പത്തനംതിട്ട തിരുവല്ല കുമ്പനാട്ട് കരോൾ സംഘത്തെ ആക്രമിച്ച സംഭവത്തിൽ 6 പേർ കസ്റ്റഡിയിൽ. കുമ്പനാട് എക്സോഡസ് ചർച്ച് കാരൽ സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സ്ത്രീകളടക്കം 8ഓളം പേർക്ക് പരിക്കേറ്റു. അൺപ്രൊവോക്ഡ് ആയിട്ട് ഒരു 10-12 പേര് വന്ന് ഞങ്ങളെ അടിക്കാൻ ശ്രമിച്ചു. നോ റീസൺസ്. അവർ വളരെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അവർ മതിൽ ചാടി വലിയ ബ്ലോക്ക് എടുത്ത് ആൾക്കാരെ അടിക്കുകയും സ്ത്രീകളെ അടിക്കുകയും ആൻഡ് വളരെ ഫിൽത്തി ഫൗൾ ലാംഗ്വേജ് സംസാരിക്കുകയും വളരെ കൂടെയുള്ള വളരെ ആണുങ്ങൾക്ക് കണ്ടോ ടീഷർട്ടൊക്കെ കീറിയുണ്ടോ. ഈ മോനെ ഹീസ് എ സെർവിങ് ആർമി പേഴ്സണലാണ്. ഇവനെ കണ്ടുമാനം അടിച്ചു. ഇവനൊരു തലയ്ക്ക് അടിച്ചു. അവൻ്റെ ഫിംഗർ ബ്രേക്കായി ആൻഡ് ടീഷർട്ട് മുറിച്ചു. പ്രായമുള്ളൊരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ കഴുത്തിനിട്ട് അടിച്ചു. ഇദ്ദേഹത്തിൻ്റെ വൈഫിനെ കൈപിടിച്ച് തിരിച്ചു അടിച്ചു. വളരെ ഗൗരവമുള്ള ഒരു സംഭവം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം. ഗോകുൽനാഥ് വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, എന്താണ് സംഭവിച്ചിട്ടുള്ളത്? സാധാരണ കരോൾ എല്ലായിടത്തും രാത്രി നടക്കുന്നതാണ്. അതൊരു നാടിന്റെ ആഘോഷവുമാണ്. അതിനിടയ്ക്ക് ആരാണ് ഇത്ര മോശമായ നിലയിലുള്ള പെരുമാറ്റം നടത്തിയത്? രതീഷ്, അഭിലാഷ്, തിരുവല്ല കുമ്പനാടാണ് ഇന്ന് രാവിലെ 1:30 ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത്. കുമ്പനാട് എക്സോഡസ് ചർച്ചുമായി ബന്ധപ്പെട്ട കൊയർ സംഘമാണ് ഇത്തരത്തിൽ കൊയർ കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന വഴിയാണ് ഇത്തരത്തിൽ 10 സംഘം ഇവരെ ആക്രമിക്കുന്നത്. അതിൽ കുട്ടികളുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു. സ്ത്രീകളടക്കം 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാൻ സാധിക്കുന്നത് ഈ കൊയർ സംഘം നടന്നു നീങ്ങവേ പിന്നാലെ എത്തിയ ഈ സംഘം കാറിൽ ഡിം ലൈറ്റ് അടിച്ചതുമായി ബന്ധപ്പെട്ട് ചെറിയ വാക്കുതർക്കമുണ്ടായിരുന്നു. ആ വാക്കുതർക്കമാണ് ഇത്തരത്തിൽ അക്രമത്തിൽ കലാശിച്ചതെന്നുള്ളതാണ്. സ്ത്രീകൾക്കടക്കം 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇവർ മാരകായുധങ്ങളുമായി ആക്രമിച്ചു എന്നുള്ളതാണ് അക്രമത്തിന് ഇരയായവർ പറയുന്നത്. വടിയും അതേപോലെ തന്നെ കമ്പുകളും ചെയിനുകളും ഉപയോഗിച്ചാണ് ആക്രമിച്ചതെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ തത്സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. കോയിപ്പുറം പോലീസ് ഇപ്പോൾ 6 പേരെ കൂടെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. 10 പേർ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി 4 പേർ കൂടി കസ്റ്റഡിയിലാകാനുമുണ്ടെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൽ രാഷ്ട്രീയ മാനങ്ങളില്ല എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. മറിച്ച് പശ്ചാത്തലത്തെ കുറിച്ചൊക്കെ വിശദമായുള്ള വിവരങ്ങൾ ഇതിനകം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ടാകുമല്ലോ. ഇവരുടെയൊക്കെ പശ്ചാത്തലം എന്താണ്? സ്ഥിരമായി ഇത്തരം അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടുന്ന സാമൂഹ്യ വിരുദ്ധ സംഘമാണോ? അത്തരം വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ടോ? രതീഷ്, അറിയാൻ സാധിക്കുന്നത് ഈ ആക്രമിച്ച സംഘം മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ്. ഇവർ ഈ പ്രദേശത്ത് നിരന്തരം ഇരുന്ന് മദ്യപിക്കുകയും ഇപ്പോൾ ഈ കൊയർ കഴിഞ്ഞ് 2 പള്ളിയിൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കൊയറുമായി ബന്ധപ്പെട്ട തർക്കവും ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കരോൾ കഴിഞ്ഞ് വരുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിൽ 2 സംഘങ്ങളും ഏറ്റുമുട്ടുന്നത്. വാക്കേറ്റത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു അക്രമം ആയതെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ് ഈ കാര്യത്തിൽ. എന്തായാലും രാഷ്ട്രീയ മാനങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് കോയിപ്പുറം പോലീസ് അറിയിക്കുന്നത്. സംഭവത്തിന് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ലാത്ത വെറുതെ വന്നിരുന്ന റോഡിൽ മദ്യപിച്ച് മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളാണ് ഇതിന് പിറകിൽ.